നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള കീ പോയിന്റ്സുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് വനിതാ സംവരണ ബില്ലിന്റെ കീ പോയിന്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 എന്നാൽ 1992 ഭേദഗതി 73 ഈ നിയമം വരുന്നത്. പക്ഷെ അത് നിലവിൽ വന്നത് 1993 നഗരപാലിക നിയമം നിലവിൽ വന്നത്, അതായത് മുനിസിപ്പൽ ആക്ട് എന്ന് പറയും, അതും 1993 പക്ഷെ ഭേദഗതി നടന്നത് 1992 74 ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്തുകളിൽ 33% വനിതാ സംവരണം നിലവിൽ വന്നത് 1993 പഞ്ചായത്തുകളിൽ 33% വനിതാ സംവരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 243B ആണ്. മുനിസിപ്പാലിറ്റികളിലെ 33% വനിതാ സംവരണത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 243T തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യമായി വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബീഹാർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ സവിശേഷത, സ്റ്റേറ്റ് ലിസ്റ്റ് ഉള്ളപ്പോൾ. ലോകസഭയിൽ ആദ്യമായി വനിതാ ബിൽ അവതരിപ്പിച്ചത് 1996 സെപ്റ്റംബർ 12 1996 പ്രധാനമന്ത്രി HD ദേവഗൌഡയാണ്. ആകെ 6 തവണ ലോകസഭയിൽ വനിതാ ബില്ല് അവതരിപ്പിച്ചെങ്കിലും പാസ്സായില്ല. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2023 മെയ് 28 അപ്പോൾ ഈ 2023 മെയ് 28 പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതിന്റെ പഴയ പാർലമെന്റ് മന്ദിരത്തില് അവസാന സമ്മേളനം നടന്ന ഡേറ്റ് കൂടെ അറിഞ്ഞു വെച്ചേക്കുക. 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് സംവിധാൻ സദൻ. 2023 അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു. 2023 വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു. വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20, അതായത് 2023 സെപ്റ്റംബർ 18 അവസാനത്തെ പഴയ മന്ദിരത്തിൽ അവസാനത്തെ ഇത് നടന്നു. 2023 പുതിയ മന്ദിരത്തില് ലോകസഭയില് ഈ 2023 സെപ്റ്റംബർ 20 വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ പാസ്സാക്കുന്നു. ലോകസഭയിൽ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുമ്പോൾ 456 പേര് ഹാജരായിരുന്നു. 456 പേരിൽ 454 പേരും വനിതാ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. എന്നാൽ 2 പേര് വനിതാ ബില്ലിന് പ്രതികൂലമായിട്ട് വോട്ട് ചെയ്തു. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള AIMIM എന്ന മുസ്ലിം പാർട്ടിയിൽ നിന്നുള്ള 2 വ്യക്തികളായിരുന്നു, 2 MP രാജ്യസഭ വനിതാ സംവരണ ബില്ല് പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ദ്രൗപദി മുർമു വനിതാ സംവരണ ബില്ലിൽ ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28 വനിതാ സംവരണ ബില്ല് നിയമമായി മാറിയത് 2023 സെപ്റ്റംബർ 28 106ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വനിതാ സംവരണ നിയമം പാസാക്കിയത്. വനിതാ സംവരണ നിയമം വഴി ലോകസഭയിലും സംസ്ഥാന സഭയിലും ഡൽഹി നിയമസഭയിലും 33% വനിതാ സംവരണം നിലവിൽ വരും. വനിതാ സംവരണ നിയമം രാജ്യസഭയ്ക്ക് ബാധകമല്ല. പോണ്ടിച്ചേരി നിയമസഭാ മണ്ഡലത്തിനും ഈ വനിതാ സംവരണ നിയമം ബാധകമല്ല.
വനിതാ സംവരണ നിയമം വഴി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ ആർട്ടിക്കിള് 239A(2)(BA) നാഷണൽ ക്യാപിറ്റൽ റീജിയനായ ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിള് 239A(2)(BA). ആർട്ടിക്കിൾ 330A ലോകസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 332A വരുമ്പോൾ സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 334A വനിതാ സംവരണ നിയമം എപ്പോൾ നിലവിൽ വരും എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലോകസഭാ മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും പുനഃക്രമീകരണത്തിന് ശേഷമായിരിക്കും വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നത്. ആർട്ടിക്കിള് 330 ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. 330 മറന്നുപോണ്ട. ആർട്ടിക്കിൾ 332 നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.